Good morning, guys. എഴുന്നേക്കാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന എഴുന്നേക്കുമോ? അപ്പം ഇന്ന് ക്ലാസ് ഉണ്ട്. So I'm gonna show you how is a day in my life. അല്ല, as a student, how is my day in my life? ഇന്ദൂട്ട് വാങ്ങണ്ടി ഇനി പറ. So today I'm gonna show how my day is as a student. ഒന്നുകൂടെ കിടന്നുറങ്ങിയാലോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എല്ലാത്തിനും താഴെ പോണം. മുഖം കഴുകണം, താഴെ പോണം. ബാത്റൂമിൽ പോകണം, താഴെ പോണം. കെട്ടിയതല്ലേ നല്ല മുഖം കഴുകാൻ പറ്റുള്ളൂ. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണല്ലോ. അപ്പം ഞാൻ വെളിച്ചെണ്ണ പൊതുവെ മുഖത്ത് തേക്കാറുള്ളത്. നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിപ്പോൾ വാസ്ലിൻ തേക്കാണെങ്കിലും ഭയങ്കര നല്ലതാ. മുഖം കുറച്ച് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. ഇപ്പോൾ മുഖം കഴുകാൻ നമുക്ക് വാസ്ലിൻ തേക്കാം. എന്ത് ചെയ്യാനാ? ഇതൊക്കെയാണ് ഏക്കുള്ളൂ. അമ്മാര് ഡ്രൈ സ്കിന്ന്. സോ സാധാരണ കാലത്ത് തന്നെ അതിൻ്റെ താഴേക്ക് പോകും വെള്ളം തിളപ്പിക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഫ്ലാസ്കിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് വെച്ചായിരുന്നു. എനിക്ക് തൊണ്ടവേന. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കയ്യിൽ ചൂടുവെള്ളമുണ്ട്. തൊഴി വരേക്കും പോവണ്ട, ഇപ്പം തന്നെ പോകണം. വെള്ളം തീർന്നു. നേരം പരപരാന്ന് വെളുക്കണുള്ളൂ എന്ന് പോലും പറയാൻ പറ്റില്ല. വെളുക്കണില്ല. ഒരു 8:15 ഇന്ന് സൺറൈസ് പറഞ്ഞേക്കണം. പിന്നെ കൊടൂര മഴയും. എങ്ങനെ ക്ലാസ്സിൽ പോവാനാ? ഇങ്ങനെ ക്ലാസ്സിൽ പോകാൻ തോന്നണേ. ഞാനേ ഉറക്കം തൂങ്ങിയിരുന്ന സമയം പോയി അറിഞ്ഞില്ല. സമയം 8:15. 9:03 പോവാണെങ്കിൽ എനിക്കൊരു ബസ്സുണ്ട്. അതായത് ഇവിടുന്ന് 8:58 ഇറങ്ങണം. അല്ലെങ്കിൽ പിന്നെ ട്രാം മാറി കയറിയൊക്കെ പോകണം. അത് പണിയാണ്. ഇപ്പം തൽക്കാലം ബസ്സിന് പോകാനുള്ള പണി കിട്ടുമോ നോക്കാം. ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല. ഞാൻ ഇടുന്നത് ഒരു പാൻറ്റും ഈ ഹുഡിമാണ്. ഇവിടെ തണുപ്പാണല്ലോ, ഒന്നും വേറെ ഇടാൻ പറ്റില്ല നമുക്ക്. അപ്പം ദിസ് ഈസ് കംഫർട്ടബിൾ ആൻഡ് തണുപ്പ് റെസിസ്റ്റൻറ്റ്. ഈ സാധനം ഭയങ്കര വലുതാണ്. ഇത് മറ്റേ ഓവർ സൈസ്ഡ് ഹുഡിയല്ലേ വാങ്ങിച്ചപ്പോൾ വലുതായി പോയതാ. എൻ്റെ എനിക്ക് വിശക്കുണ്ട്, പക്ഷെ എന്തെങ്കിലും ഉണ്ടാക്കാൻ മടിയാവണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു കവറിൻ്റെ ഉള്ളിൽ ആപ്പിൾ കഴിക്കുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാം നമുക്ക് തൽക്കാലം. ചിലപ്പോൾ ഞാൻ ഓട്സ് ഉണ്ടാക്കും സമയം ഉണ്ടെങ്കിൽ, പക്ഷെ മടിയാവണം ഉണ്ടാക്കാൻ. ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ എന്നാണല്ലോ. ഇനി ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് മീ. മറ്റേ നമ്മൾ നേരത്തെ വാസ്ലിൻ തേച്ചാൽ ഇനി മോയ്സ്ചറൈസർ ഉണ്ടാകുന്നത്. സണ്ണൊന്നുമില്ല, എന്നാലും ഒരു രസത്തിന് സൺസ്ക്രീൻ. നമുക്ക് സോക്സ് ഇടാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, കാരണം കാലത്ത് നിൽക്കും. എനിക്കാണ് ഈ കാലുകൾക്കിൽ ഇച്ചിരി കൂടുതലാണ്. എന്താണെന്നാവും. ഇതിന് കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് പാക്ക് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് ഒന്നും വെക്കാനൊന്നും ചെയ്യാത്ത കടവുണ്ടല്ലോ. ഒരു ബുക്ക്, അത് മതി. പിന്നെ എഴുതാനായിട്ടൊരു പേനാണ്. വീടിൻ്റെ താക്കോല്. ദിസ് ഈസ് വെരി വെരി മസ്റ്റ്. ഇതില്ലാണ്ട് തിരിച്ചു കയറാൻ പറ്റില്ല. പിന്നെ വാച്ച് ഇട്ടേക്കാം. വാച്ചിൽ നോക്കി എങ്ങനെ സമയം കളയാലോ. ഓക്കെ, നമ്മുടെ കയ്യിൽ കൊടയുണ്ട്. പിന്നെ മഴ പെയ്യും എന്നാണ് പറഞ്ഞേക്കണേ. മഴ പെയ്യുന്നുണ്ട്. ഓ സൂപ്പർ ആകാശം. ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ ആകാശം? സൂപ്പർ ആയിട്ടില്ലേ? ഈ വിൻഡോയിൽ എൻ്റെ ആകെയുള്ള ഗുണമാണ് ഇങ്ങനത്തെ സൂപ്പർ ആകാശങ്ങൾ ഇടക്കിടക്കാണ്. നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങാൻ പോവുകയാണ്. സമയം 8:53 കണ്ടേ. 55 ഇറങ്ങിയാലേ പയ്യെ നടന്നുകൊണ്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓടണം ഞാൻ. അപ്പം വലിയ തണുപ്പില്ലെന്ന്, എന്നാലും വെറുതെ റിസ്ക് എടുക്കണം. ഈ സാധനം കണ്ടത് ഇങ്ങനെ പോരും കൊടുത്ത് വലുതായത് കൊണ്ടിട്ട് വെറും നമുക്ക് കോളേജിൽ പോകാം. Moin. Moin. Und? Schule?
Ja, Schule. Viel Spaß. Bye. സോ പോവാണ്. എൻ്റെ ഹൗസ് ഓണർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. തണുപ്പില്ല, ചെറുതായിട്ടുള്ളൂ. പക്ഷെ ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇന്ന് ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, അങ്ങനെ ഭയങ്കര തണുപ്പില്ല. ചില ദിവസമൊക്കെ ഉണ്ടല്ലോ എൻ്റെ കൈ അങ്ങോട്ട് വിറച്ചില്ലാണ്ടാവും. ഒരു പൊന്നോ. ആൻഡ് എനിക്ക് ജർമ്മനി ഭയങ്കര ഇഷ്ടമായി. എന്താണെന്നറിയോ, ഭയങ്കര ഒരു നേച്ചർ വെച്ചിട്ടുള്ള കളികളാണ്. ഇവരെല്ലായിടത്തും ചെടികളും അങ്ങനെ ഇതാണിത്. കണ്ടാ ഡ്രസ്സില്ല കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വിൻ്റർ സീസൺ ആയിക്കഴിഞ്ഞാൽ തണുത്ത് വിറങ്ങണിച്ച് ചാകും നമ്മൾ. എനിക്ക് അതാണ് ഇപ്പോൾ ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം. അപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, നോക്കാം എന്തൊക്കെ ഇഷ്ടപ്പെടും എന്തൊക്കെ ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നാടിൻ്റെ അത്ര വരില്ല. എനിക്ക് നാട്ടിൽ പോകണം തിരിച്ച്. അങ്ങനെയല്ല, നാടാണ് സൂപ്പർ. അവിടെയാണല്ലോ നമ്മൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതെപ്പോഴും സ്പെഷ്യലായി. എനിക്ക് പോകാനുള്ള ബസ്സാണ് തോന്നുന്നു. ഇപ്പം അങ്ങോട്ട് പോകണുള്ളൂ. പോകണ്ട. ഇന്ന് ചെറുതായിട്ടൊരു വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് വെയിലുണ്ടാവില്ലെന്നാണ് വെതറിൽ കാണിച്ചിരുന്നത്. ആൻഡ് ഈ ബസ് സ്റ്റോപ്പിൽ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പൊതുവെ ഇവിടെ അങ്ങനെ ആരും വന്ന് നിൽക്കാറില്ല. അതായത് ട്രാമുകളാണ് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യണത്. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ബസ്സിൽ നിന്ന് ലൈക്ക് ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നിന്ന് 2 എണ്ണം മാറി കയറണം. പക്ഷെ ബസ് കയറി കഴിഞ്ഞാൽ 4 സ്റ്റോപ്പിലെത്തും. സോ അങ്ങനെ ഉള്ളിലേക്കൊക്കെ പോകേണ്ടവർക്ക് മാത്രമാണ് ബസ് എടുക്കാറുള്ളൂ. സോ ബസ് സ്റ്റോപ്പിലെ ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. സമയം എന്തേ ഇപ്പം 9:04. ഇതുവരെ ബസ് വന്നിട്ടില്ല. ഈ ബസ് സ്ഥിരം ഇങ്ങനെ തന്നെ, എപ്പോഴും വൈകും. ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വന്നില്ലെങ്കിൽ ട്രാം സ്റ്റേഷനിലേക്ക് പോവാം. എനിക്കില്ലേ പണ്ട് ഭയങ്കര എന്തോ പോലെ തോന്നുമായിരുന്നു ഇങ്ങനെ ആൾക്കാർ ലൈക്ക് പബ്ലിക് സ്പേസസിൽ നിന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട്. ആ സാധനം ഞാൻ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ബിക്കോസ് എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കണേ. ആൾക്കാരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു സാധനം അത് മാറ്റണം. ഹാൻസ് നമ്മുടെ ബസ് വന്നു ഗയ്സ്. ഇന്ന് ഞാൻ സൺസ്ക്രീൻ ഇട്ടുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല സൂര്യനല്ല, നല്ല അത്യാവശ്യം നല്ല സൂര്യൻ. ഇവിടെ വഴികളൊക്കെ എന്ത് രസമാണെന്ന് പറയും. ഇവിടെ കുറേ ഇങ്ങനെ പാർക്കുകളൊക്കെ ഉണ്ടാവും. ഇനി പാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് ബാക്കിലുള്ളത് എന്തോ പാർക്കിങ്ങിൻ്റെ സിസ്റ്റം, ഭയങ്കര വലിയ പാർക്കിങ്. ഞാനിപ്പോൾ നടക്കുന്ന സ്ഥലം കാണിച്ചുതരാം. കണ്ടോ, സൂപ്പറായിട്ടില്ലേ? അത് ട്രാം സ്റ്റേഷൻ ആവട്ടെ. ഇനി ഇവിടെ ബസ് ഇറങ്ങിയാണ്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ അല്ലേ? നല്ല സൂര്യൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വഴി നടന്നു പോകണില്ല, ആദ്യമായിട്ട് സൂര്യനെ കണ്ടു. ഇതുവരെ ഈ വഴി പോയപ്പോൾ ഞാൻ സൂര്യനെ കണ്ടിട്ടില്ലല്ലോ. ഞാനിങ്ങനെ ആൾക്കാരൊക്കെ 1-2 പേർക്കുള്ളൂ, എന്നാലും ഇത്ര ധൈര്യത്തിൽ വീഡിയോ എടുക്കണതിൽ ഐ എം വെരി ഹാപ്പി. ഇതെന്നെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇവിടെ ലിഫ്റ്റ് ഉണ്ട് നമുക്ക് പോകാനായിട്ട്, ബട്ട് ഐ പ്രിഫർ സ്റ്റെയർ. വേറൊന്നുമല്ല, വെറുതെ ഒരു രസം. 2 ഫ്ലോറുള്ളൂ. ഇവിടുത്തെ വ്യൂ നല്ലതാണ് കാണിച്ചത്. കണ്ടോ, നമ്മളുടെ എൻട്രൻസിൻ്റെ അവിടത്തെയാണ്. ഓക്കെ, ഞാൻ യൂഷ്വലി പോകാറുള്ളത് വേറെ വഴിയാണ്. ഇന്നിപ്പോൾ ഈ വഴി പോയി നോക്കാം. എന്തുകൊണ്ടാണ് സ്റ്റുഡൻസൊക്കെ ഈ വഴി വന്നതെന്ന്. കറക്റ്റ്
വളമെടുത്തേക്കണം തോന്നുന്നു. ഓക്കെ, ഇവിടെ ആട്ടോ എൻ്റെ ക്ലാസ്. ക്ലാസ് തുറന്നിട്ടുണ്ട്. നമുക്കിന്ന് ഇവിടെ ഇരിക്കാം. ആരും വന്നിട്ടില്ല. ഞാൻ ഇവിടുത്തെ ബാത്റൂം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ബാത്റൂം. ഞങ്ങളുടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എൻ്റെ മാത്രം, ഇത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഞാനാണ് ഒറ്റ ഗേളുള്ളൂ. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ കോഫി മേക്കറും അങ്ങനെയൊക്കെ. അതായത് ഇപ്പം ഒരുമിക്കപ്പോഴും വരുമ്പോൾ ഇവിടെ ക്ലാസ് തുറന്നിട്ടുണ്ടാവില്ല. അപ്പം പിള്ളേർക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു റൂം. ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. എന്തിനാ ജീവിച്ചിരിക്കുന്നത് തോന്നിപ്പോവും ക്ലാസ്സിലിരുന്ന്. എത്തി, ബസ് ഉണ്ടായില്ല, അത് കാരണം ട്രാമിന് തന്നെ വരേണ്ടി വരും. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് പാടില്ല. എങ്ങനെ പഠിക്കും പരീക്ഷക്ക്? ഇപ്പം നല്ല വെയിലില്ലേ? എന്തുട്ടാ ക്ലാസ്സിൽ വെച്ചിട്ട് ഇരിക്കുമ്പോണ്ടല്ലോ ആകാശം കൂടി ഇരുട്ടി മഴ പെയ്ത് സീനായിരുന്നു. പെട്ടെന്ന് വൈകുന്നേരം ആയ പോലെ തോന്നി ടീച്ചർക്ക് കണ്ട. ഇപ്പൊ തന്നെ ഇരുന്നുണ്ടോ റൂമിലേക്ക് വെയിലടിക്കുന്നുണ്ട്. ഇത് മറ്റേ ആമ തല പുറത്തിട്ടില്ലേ. ഇങ്ങനെ ഇടയ്ക്ക് വായ നോക്കാൻ വേണ്ടി വന്നിരിക്കും. പക്ഷെ ഇങ്ങനെ വിശക്കണം, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഡ്രസ്സ് മാറിയിട്ട് എന്തെങ്കിലും ഉണ്ടാകട്ടെ. ഞാനിവിടെ ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങൊക്കെ പിഴിഞ്ഞ് പൊടിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം എൻ്റെ അപ്പാപ്പന് എനിക്കിത് ഇങ്ങനൊരു സാധനം തന്നു. ഇനിയിപ്പോൾ ഇത് തിന്നു കഴിഞ്ഞിട്ട് എടുക്കാമല്ലേ. ബേസ്നെറ്റാണെങ്കിൽ എനിക്ക് കണ്ണുണ്ടൂടാ, കഴിഞ്ഞിട്ട് ചെയ്യാൻ അതായിരിക്കും നല്ലത്. എൻ്റെ ഹൗസ് ഓണറിനെ കൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡ് തരും. അയ്യോ, ഇത് കയ്യിലെടുത്ത് കടിച്ചിടണം എന്താണ്ടാണ് ചൂട്. എനിക്ക് ക്ഷമയില്ല എന്നല്ല, മെയിനായിട്ട് ബേസനട്ടെ കണ്ണ് കാണില്ല. ബെസ്റ്റ് തിങ് ഓൾ ഓവർ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞേക്കണം. അയ്യോ, ഊതാൻ പോലുള്ള ശേഷിയിലേക്ക് പൊളിയാണ്. കഴിക്കട്ടെ ഏട്ടാ. എടാ മോനെ, ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഏതൊക്കെ റെയിൻബോ കാണിച്ചിട്ട് നോക്കിക്കോ. നല്ല കാറ്റ്, സൂപ്പർ ക്ലൈമറ്റ് ആണ് ഇവിടെ. റെയിൻബോ ഗൈസ്. ക്ലൈമറ്റ് വൈസ് ടുഡേ വാസ് എ സൂപ്പർ ഡേ. ലൈക്ക് എല്ലാം കൊണ്ടും കിട്ടില്ല ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ, കൂടുതൽ നേരം ഉറങ്ങിപ്പോയി. പണ്ടാരം പഠിക്കാൻ കുറേ ഉണ്ട്, പഠിക്കണം. യു ആർ എ ക്ലെവർ ഗേൾ, സോ യു ക്യാൻ സ്റ്റഡി. പക്ഷെ എൻ്റെ ക്ലാസ്സിലുള്ളവരൊക്കെ ഭയങ്കര പഠിപ്പികളാണ്.
അത് കാരണം ഞാനൊരുമാതിരി പൊട്ടി പോലത്തെ ഫീൽ എനിക്ക് തന്നെ. മാർച്ച് എൻ്റെ സെമസ്റ്റർ എപ്പോഴാണ് തുടങ്ങണേ തീരണേന്നൊക്കെ നോക്കണാണ്. അടുത്ത സെമ്മിലെങ്കിലും ഒരു പെങ്കൊച്ചി പ്ലീസ്, നല്ല പെങ്കൊച്ചായിരിക്കണം. തലവേദനയാണോ നാട്ടിലെ പോലെ ഒന്നും അല്ല ഇവിടെ. ഫുള്ള് ഭയങ്കര ഭയങ്കര ഒഫീഷ്യൽ സെറ്റപ്പാ. നോക്കാം എന്താവും. സമയം ഇപ്പോൾ 10:30. ഞാൻ ഉറക്കം തന്നെ. പഠിക്കാനുണ്ട്, ഞാൻ കുറച്ചിരുന്ന് പഠിച്ച്. പക്ഷെ എൻ്റെ ശ്രദ്ധ നിൽക്കണില്ല, ശ്രദ്ധ പോകണം. പിന്നെ അതുപോലെ ഞാൻ ഇടയ്ക്കൊക്കെ സ്കിൻ കെയർ ചെയ്യാറുണ്ട്, പക്ഷെ ഇന്ന് മൂടില്ല. നമ്മൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. സോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ സമാപിക്കുകയാണ്. കഴിയുകയാണ്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, ടിങ് ടിങ് കടിക്കും. ഓക്കെ.